അബ്രഹാമിന്റെയും ദാവീദിന്റെയും പുത്രനായി ജനിച്ച യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിന്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിന്റെ പിതാവായിരുന്നു. യാക്കോബ് യഹൂദയുടെയും അവന്റെ സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യഹൂദ പാരസിനെയും സാരഹിനെയും താമാറിൽ ജനിപ്പിച്ചു. പാരസ് ഹെസ്രോന്റെ പിതാവായിരുന്നു. ഹെസ്രോൻ അരാമിന്റെ പിതാവായിരുന്നു. അരാം അമീനാദാബിന്റെ പിതാവായിരുന്നു. അമീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇഷായിയുടെ പിതാവായിരുന്നു. ഇഷായി ദാവീദ് രാജാവിന്റെ പിതാവായിരുന്നു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ശലോമോൻ രഹബ്യാമിന്റെ പിതാവായിരുന്നു. രഹബ്യാം അബിയാവിന്റെ പിതാവായിരുന്നു. അബിയാവ് ആസായുടെ പിതാവായിരുന്നു. ആസ യഹോശാഫാത്തിന്റെ പിതാവായിരുന്നു. യഹോശാഫാത്ത് യോരാമിന്റെ പിതാവായിരുന്നു. യോരാം ഉസിയാവിന്റെ പിതാവായിരുന്നു. ഉസിയാവ് യോധാമിന്റെ പിതാവായിരുന്നു. യോധാം ആഹാസിന്റെ പിതാവായിരുന്നു. ആഹാസ് ഹിസ്കിയാവിന്റെ പിതാവായിരുന്നു. ഹിസ്കിയാവ് മനശ്ശയുടെ പിതാവായിരുന്നു. മനശ്ശെ ആമോസിന്റെ പിതാവായിരുന്നു. ആമോസ് യോശിയാവിന്റെ പിതാവായിരുന്നു. യോശിയാവ് യെഖൊന്യാവെയും അവന്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസത്തിനു ശേഷം യെഖൊന്യാവ് ശെയൽത്തിയേലിന്റെ പിതാവായിരുന്നു. ശെയൽത്തിയേൽ സെരുബാബേലിന്റെ പിതാവായിരുന്നു. സെരുബാബേൽ അബിഹൂദിന്റെ പിതാവായിരുന്നു. അബിഹൂദ് എലിയാക്കീമിന്റെ പിതാവായിരുന്നു. എലിയാക്കീം അസോരിന്റെ പിതാവായിരുന്നു. അസോർ സാദോക്കിന്റെ പിതാവായിരുന്നു. സാദോക്ക് ആഖീമിന്റെ പിതാവായിരുന്നു. ആഖീം ഏലിഹൂദിന്റെ പിതാവായിരുന്നു. ഏലിഹൂദ് ഏലിയാസറിന്റെ പിതാവായിരുന്നു. ഏലിയാസർ മഥാന്റെ പിതാവായിരുന്നു. മഥാൻ യാക്കോബിന്റെ പിതാവായിരുന്നു. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിന്റെ പിതാവായിരുന്നു. മറിയയിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരം ആയിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി യോജിക്കും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്ന് മനസ്സിലാക്കി. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനായിരുന്നതുകൊണ്ടും അവളെ പരസ്യമായി കളങ്കപ്പെടുത്തുവാൻ അവന് മനസ്സിലാത്തതുകൊണ്ടും അവളുമായുള്ള വിവാഹ നിശ്ചയം രഹസ്യമായി അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫെ, മറിയയെ ഭാര്യയായി സ്വീകരിക്കുന്ന കാര്യത്തിൽ നീ ഭയപ്പെടേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായി വന്നിരിക്കുന്നത് കൊണ്ട് നീ അവന്റെ പേര് യേശു എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത കാര്യങ്ങൾ ഇപ്രകാരം നിവൃത്തിയായി. യോസേഫ് ഉറക്കം ഉണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. തന്റെ ഭാര്യയായി അവളെ സ്വീകരിച്ചു. എന്നിരുന്നാലും മകനെ പ്രസവിക്കും വരെ അവൻ അവളുമായി ശാരീരികമായി ബന്ധപ്പെട്ടിരുന്നില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. മത്തായി അധ്യായം 2. കിഴക്കുനിന്ന് വന്ന ജ്ഞാനികൾ